ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ഫിഷ് കട്ട്ലറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് 250 ഗ്രാം കേര ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഫിഷ് കട്ട്ലൈറ്റ് തയ്യാറാക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുള്ളൊന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫിഷ് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് കുക്കാവട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് അല്പസമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരിക്കലും മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് അടിച്ചെടുക്കേണ്ട, കാരണം ഒത്തിരി ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഫിഷ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. കട്ട്ലറ്റ് മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനൊരു 3 പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. സാധാരണയായിട്ട് നമ്മൾ ബീഫ്, ചിക്കൻ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു കട്ട്ലറ്റിന്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട, ഇത്രയും മതി. നമുക്കിതിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി ഒത്തിരി ചേർക്കണ്ട, നമുക്ക് കുരുമുളക് പൊടിയുടെ ആ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഒരല്പം ചേർത്താൽ മതി. ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, നമ്മുടെ ഫിഷ് മസാല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് 3 പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊട്ടറ്റോ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് കട്ട്ലറ്റിനുള്ള മസാല ഇവിടെ റെഡിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു ബോൾസ് ആക്കി എടുക്കണം. അതിനുശേഷം ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കണം. നമുക്ക് എത്ര വലിപ്പത്തിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. അതിനുശേഷം ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് കട്ട്ലറ്റ് ആണിത്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് ഇതുപോലെ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലറ്റിൻ്റെ ഓരോ പീസും എടുക്കാം. അതിനുശേഷം ഇത് 2 എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഈ എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ബാക്ക് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. നമ്മുടെ കട്ട്ലറ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.